ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം 27-ഉം 28-ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യോസേഫ് തങ്ങളോട് പറഞ്ഞ വാക്കുകളൊക്കെയും അവർ അവനോട് പറഞ്ഞു. തന്നെ കയറ്റിക്കൊണ്ടുപോകുവാൻ യോസേഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവരുടെ അപ്പനായി യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു. മതി, എൻ്റെ മകൻ യോസേഫ് ജീവനോടിരിക്കുന്നു, ഞാൻ മരിക്കും മുമ്പേ അവനെ പോയി കാണുമെന്ന് ഇസ്രായേൽ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അവരുടെ അപ്പനായി യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു. വീണ്ടും ചൈതന്യം. ഇന്ന് ഞാൻ ചൈതന്യം എന്ന ഒരൊറ്റ വാക്കിനെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ പറയാനായിട്ട് ആരംഭിക്കുകയാണ്. അനേകരും മനസ്സ് മടുത്തിരിക്കുന്നവരുണ്ടാകും. ചൈതന്യം പോയി. ഒരുപക്ഷെ രോഗം വന്നതുകൊണ്ടാകാം ചൈതന്യം നഷ്ടപ്പെട്ടു. വലിയ ധനനഷ്ടം വന്നതുകൊണ്ടാകാം ചൈതന്യം നഷ്ടപ്പെട്ടു. വലിയ കെടുതികളോ ആപത്തുകളോ അത്യാഹിതങ്ങളോ വന്നതുകൊണ്ടാകാം ചൈതന്യം നഷ്ടപ്പെട്ടു. ഏറ്റവും പ്രിയപ്പെട്ടവർ കടന്നുപോയതുകൊണ്ടും ചൈതന്യം നഷ്ടപ്പെട്ടു എന്ന് വരാം. ഏറ്റവും പ്രിയപ്പെട്ടവർ, നല്ല പ്രസരിപ്പും നല്ല ഊർജ്ജസ്വലതയും ഉണ്ടായിരുന്ന ചിലർ പെട്ടെന്ന് മങ്ങിപ്പോയി. പെട്ടെന്ന് കഴിവുകൾ അസ്തമിച്ചു. പെട്ടെന്ന് പ്രാപ്തി കുറഞ്ഞു. ചൈതന്യം പോയി. ഒരു കാലത്ത് ചൈതന്യം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, നല്ല പ്രസരിപ്പുണ്ടായിരുന്നവർ. പക്ഷേ അതെല്ലാം പോയി. പ്രിയപ്പെട്ട ഭർത്താവ് മധ്യപ്രായത്തിൽ കടന്നുപോയി.
ഭാര്യ ചൈതന്യം നഷ്ടപ്പെട്ടവളായി തീർന്നു. വളരെ ഓമനിച്ച് വളർത്തിയിരുന്ന മക്കൾ, നല്ല ബുദ്ധിയുള്ള കുഞ്ഞുങ്ങൾ, നല്ലതുപോലെ പഠിച്ചു വന്ന കുട്ടികൾ, അതിൽ കുട്ടികൾ ആരെങ്കിലും ഒരാൾ കടന്നുപോയാൽ ആ മാതാപിതാക്കളുടെ ചൈതന്യം പോകും. ഓരോന്നോരോന്ന് ഓർത്ത് നോക്കിയാൽ ചൈതന്യം പോയവരേ ഉള്ളൂ ലോകത്ത്. ഓരോ തരത്തിൽ ചൈതന്യം പോയവർ. ഒരു കാലത്ത് നല്ല പ്രസരിപ്പുണ്ടായിരുന്നു, നല്ല ചൈതന്യം ഉണ്ടായിരുന്നു, നല്ല ഊർജ്ജസ്വത ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ചൈതന്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. ചൈതന്യം നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ ദൈവം ആഗ്രഹിക്കുന്നു നമുക്ക് വീണ്ടും ചൈതന്യം തരണമെന്ന്. ചൈതന്യം വീണ്ടും തരും. ആ ഒരു റിവൈവൽ നമുക്ക് തരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ചൈതന്യം നമുക്ക് തരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നമുക്കൊരു നവോന്മേഷം പകർന്നു തരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തു നമ്മെ എല്ലാവരെയും കാണുന്നുണ്ട്, നമ്മെ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വാക്കുകൾ കേട്ടുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവരും അങ്ങ് ദൂര സ്ഥലങ്ങളിലിരുന്ന് കേൾക്കുന്നവരുമായി പതിനായിരക്കണക്കിന് ആളുകൾ ഇപ്പോൾ പലരും മനസ്സ് മടുത്തിരിക്കുന്നവരുണ്ടാകും, ചൈതന്യം നഷ്ടപ്പെട്ടിരിക്കുന്നവരുണ്ടാകും, ഉള്ളു പതറിയിരിക്കുന്നവരുണ്ടാകും, പരിഭ്രാന്തരായിട്ടിരിക്കുന്നവർ കാണും, ഭയചകിതരായിട്ടിരിക്കുന്നവർ കാണും, നാളെ എന്ത് എന്നോർത്ത് ആകുലപ്പെട്ടിരിക്കുന്നവർ കാണും, മക്കളെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്നവർ കാണും. ചൈതന്യം നഷ്ടപ്പെട്ട ഒരു വലിയൊരു ജനസമൂഹം. ഒരു വിധത്തിൽ പറഞ്ഞാൽ എല്ലാവരും തന്നെ ചൈതന്യം നഷ്ടപ്പെട്ടവരാണ്, ഒന്നല്ലെങ്കിൽ ഒന്ന്, ഓരോ വിധത്തിൽ. വളരെ ആഗ്രഹത്തോടെ, വളരെ പ്രതീക്ഷയോടെ കല്യാണം കഴിഞ്ഞു, നല്ല ഒരു ബന്ധമായിരുന്നു. പക്ഷേ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മനസ്സിലായി വിവാഹം കഴിച്ച ചെറുപ്പക്കാരന് മനോരോഗമാണെന്ന്. വിവാഹം കഴിഞ്ഞ ഉടനെ കഴിച്ചുകൊണ്ടിരുന്ന ഗുളിക കഴിക്കാതായി. പാവം ആ യുവാവ് വീണ്ടും വയലൻ്റായി. ആ പെൺകുട്ടിയുടെ ചൈതന്യം നഷ്ടപ്പെട്ടു, ആ കുടുംബത്തിൻ്റെ ചൈതന്യം നഷ്ടപ്പെട്ടു, അവളുടെ മാതാപിതാക്കളുടെ ചൈതന്യം നഷ്ടപ്പെട്ടു. വളരെ പ്രതീക്ഷയോടൊരു കുഞ്ഞ് ജനിച്ചു, വളരെ പ്രതീക്ഷയോടെയായിരുന്നു. കുഞ്ഞ് വളർന്നു വന്നു. എന്നാൽ പെട്ടെന്ന് ഒരു രോഗം വന്നു. അത് ഡോക്ടേഴ്സ് കണ്ടപ്പോഴാണ് പറഞ്ഞത് അത് മാരകമായ രോഗമാണെന്ന്. പറയാൻ പേടിക്കുന്നു ആ വാക്ക്, ക്യാൻസർ രോഗമാണെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. ആ മാതാപിതാക്കളുടെ ചൈതന്യം നഷ്ടപ്പെട്ടു, ചൈതന്യം പോയി. നല്ല പ്രതീക്ഷയോടെ ജോലി കിട്ടി, ആ ജോലിയിൽ വളർന്നു വരികയായിരുന്നു, നല്ല ഉയർച്ചയായിരുന്നു. പക്ഷേ നല്ല ഉത്കർഷം പ്രാപിച്ചുകൊണ്ടിരുന്ന ആ ജീവിതത്തിൽ പെട്ടെന്നാണ് ജോലി നഷ്ടപ്പെട്ടത്, ചൈതന്യം നഷ്ടപ്പെട്ടു. ഇതെല്ലാം എന്നും കേൾക്കുന്ന ഭാഗത്തുകളാണ് ഞാനീ പറഞ്ഞത്. എന്നും ഒരാൾ വിളിച്ചു, ജോലി ഉണ്ടായിരുന്നു, പക്ഷേ പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ടു. പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ജോലി നഷ്ടപ്പെടുമെന്ന്. ഡീപ്പോർട്ട് അവിടെ ആ ദേശത്തേക്ക് ഇനി ചെല്ലാൻ പറ്റാത്ത വിധത്തിൽ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണെന്ന്. മനസ്സ് വ്യാകുലപ്പെട്ടിരിക്കുകയാണ്. പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു, മനസ്സ് വ്യാകുലപ്പെട്ടിരിക്കുന്നു, ചൈതന്യം നഷ്ടപ്പെട്ടു. എങ്ങനെയെല്ലാമോ എന്തെല്ലാമോ കാര്യങ്ങൾ. നല്ല പ്രതീക്ഷയോടൊരു നല്ല വീട് പണിയണമെന്ന് ആഗ്രഹിച്ചു. അതിനുവേണ്ടി രൂപയെല്ലാം സ്വരുക്കൂട്ടി. പക്ഷേ സ്ഥലം വാങ്ങുന്നുള്ളതായ വാക്കെല്ലാം പറഞ്ഞ് ഉറപ്പിച്ചു. പക്ഷേ പെട്ടെന്നാണ് അറിഞ്ഞത് ആ സ്ഥലം കൊടുക്കാനിരിക്കുന്നയാൾ രൂപയെല്ലാം കൊടുത്തിരുന്നു, പക്ഷേ സ്ഥലം കൊടുക്കാനിരിക്കുന്നയാൾ എഴുതി കൊടുത്തില്ല. കൊടുക്കുന്നതിന് അദ്ദേഹം മനസ്സിലാത്തതുകൊണ്ടല്ല, പെട്ടെന്ന് അദ്ദേഹം ബോധരഹിതനായിപ്പോയി, ബോധമില്ല, ഇതെഴുതി കിട്ടുകയില്ല. പെട്ടെന്ന് ഈ രൂപ മുഴുവനും കൊടുത്തയാൾ ചൈതന്യം നഷ്ടപ്പെട്ടനായി തീർന്നു. ഇങ്ങനെ എത്ര കാര്യങ്ങൾ പറയാൻ കാണും നമുക്ക് ഓരോരുത്തർക്കും. നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ ചൈതന്യം നഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? നിങ്ങളുടെ ജീവിതത്തിൽ ഊർജ്ജസ്വത പോയത് ഏതെല്ലാം കാര്യങ്ങളിലാണ്? ചൈതന്യം നഷ്ടപ്പെട്ടു. എന്നാൽ തിരുവചനം പറയുന്നു വീണ്ടും ചൈതന്യം വന്നു എന്ന്. വീണ്ടും ചൈതന്യം വന്നു. ഞാൻ വളരെ പ്രതീക്ഷയോടെ പറയട്ടെ, ഇന്ന് ഭാഗ്യവശാൽ നിങ്ങൾക്ക് വീണ്ടും ചൈതന്യം തരുവാൻ കർത്താവായ യേശുക്രിസ്തു എഴുന്നള്ളി വന്നിരിക്കുന്നു. വീണ്ടും ചൈതന്യം തരും, വീണ്ടും നിങ്ങൾക്ക് നല്ല ഉണർവ് തരും, നിങ്ങൾക്ക് വീണ്ടും പ്രസരിപ്പ് തരും, നിങ്ങൾക്ക് വീണ്ടും പ്രസന്നത വരും. ദൈവത്തിന് സ്തോത്രം. ചൈതന്യം പോയി ജീവിതത്തിലേക്ക് നവചൈതന്യം പകരുവാനായി കർത്താവായ യേശുക്രിസ്തു വന്നിരിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിലേക്ക് നിങ്ങൾക്ക് ഉയർത്താം. നിങ്ങളെ സ്നേഹിച്ച് നിങ്ങൾക്ക് ഉന്മേഷം പകരുന്നതിന് വേണ്ടി കടന്നു വന്നിരിക്കുന്ന ക്രിസ്തുവിലേക്ക് ഇപ്പോൾ നിങ്ങളുടെ ഹൃദയം ഉയർത്താം. എൻ്റെ കർത്താവേ, എൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ നീ കാണുന്നുവല്ലോ. എൻ്റെ ഹൃദയത്തിൻ്റെ
സാക്ഷാത്തായ സ്ഥിതി നീ അറിയുന്നുവല്ലോ. കർത്താവെ, ഇപ്പോൾ മനസ്സലിഞ്ഞ് അവിടുത്തെ തിരുവചനത്തിൻ്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിൻ്റെ നവീകരണ ശക്തിയാൽ, തിരുവചനത്തിൻ്റെ അത്ഭുത കൃപയാൽ ഇപ്പോൾ എനിക്ക് ചൈതന്യം തരണമേ. എനിക്ക് ചൈതന്യവത്തായ പുതിയ ജീവിതത്തിൻ്റെ അത്യാവേശം തരണമേ, ആവേശം തരണമേ. കർത്താവെ, ഇപ്പോൾ നിൻ്റെ തൃക്കരം എൻ്റെ നേരെ നീട്ടണമേ. ഈ വചനത്തിൽ കൂടി ഇന്ന് എനിക്ക് ചൈതന്യം തന്ന് എന്നെ എഴുന്നേൽപ്പിക്കണമേ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. ചൈതന്യം വന്നു, വീണ്ടും ചൈതന്യം വന്നു. യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു എന്ന് ആ കാര്യത്തെക്കുറിച്ച് ഇനി ഒരു അവസരത്തിൽ പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാൽ വേറൊരു ഭാഗം ഇപ്പോൾ കൊണ്ടുവരാം. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം 19-ാം വാക്യം നമുക്ക് വായിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം 19-ാം വാക്യം. അപ്പോൾ ദൈവം ലേഹിയിൽ ഒരു കുഴി പിളരുമാറാക്കി അതിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു. അവൻ കുടിച്ചു, ചൈതന്യം പ്രാപിച്ച് വീണ്ടും ജീവിച്ചു. വെള്ളം പുറപ്പെട്ടു, അവൻ കുടിച്ചു, ചൈതന്യം പ്രാപിച്ചു, വീണ്ടും ജീവിച്ചു. മരിക്കാൻ പോവുകയായിരുന്നു, അങ്ങ് മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദാഹാർത്തനായി വലഞ്ഞ് മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല നല്ല യോദ്ധാവാണ് ശിംശോൻ. ശിംശോൻ നല്ല പരാക്രമശാലിയാണ്. ശിംശോൻ നാസീർ വ്രതസ്ഥനാണ്. അവൻ്റെ അമ്മയുടെ ഗർഭം മുതലേ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവനാണ്. അനുഗ്രഹീതമായ ഒരു നല്ല ജീവിതം തുടങ്ങിയവനാണ്. നിത്യനായ ദൈവത്തിൻ്റെ ദയാദൃഷ്ടി പതിഞ്ഞവനാണ്. ദൈവം ശക്തി പകർന്നവനാണ്. പക്ഷേ ശിംശോൻ മരിക്കാറായിരിക്കുന്നു, ദാഹിച്ചു. ശിംശോൻ പറയുന്നുണ്ട്, തൊട്ടു മുമ്പുള്ള ഭാഗം വായിക്കാം. അവൻ പറയുന്നുണ്ട്, 18-ാം വാക്യം. പിന്നെ അവൻ വളരെ ദാഹിച്ചിട്ട് യഹോവയോട് നിലവിളിച്ചു, അടിയൻ്റെ കയ്യാൽ ഈ മഹാജയം നീ നൽകിയല്ലോ. ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് അഗ്രചർമ്മികളുടെ കയ്യിൽ വീഴേണമോ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അയ്യോ, ഞാനിപ്പോൾ മരിക്കും കർത്താവേ. ശിംശോന് ദൈവത്തോടൊരു ബന്ധമുണ്ട്, ദൈവത്തെ ഒരു വിശ്വാസമുണ്ട്, ദൈവത്തിൻ്റെ ആശ്രയമുണ്ട്. ശിംശോൻ അറിയാം ദൈവത്തിൻ്റെ അത്ഭുത കൃപയാൽ ശിംശോൻ ഈ ഭൂമിയിലേക്ക് വന്നതാണെന്ന്. ജനിച്ചത് അങ്ങനെയാണ്. ദൈവം മുൻകണ്ട്, ദൈവം മുന്നേ വിളിച്ച്, ദൈവം ഒരു വ്രതസ്ഥനാക്കി മുന്നമേ കരുതിയ ഒരു യൗവനക്കാരനാണ് ഇപ്പോൾ ഈ ശിംശോൻ. അമ്മയുടെ ഗർഭത്തിൽ നിന്ന് തന്നെ ശക്തനായിട്ടാണ് അവൻ വന്നത്. ദൈവം കരുതിയ ഒരു യുവാവ്. ദൈവത്തിന് സ്തോത്രം. അന്ന് ഇസ്രായേൽക്കാർക്ക് എന്നും പേടി സ്വപ്നമായിരുന്നു ഫെലിസ്തീർ, പലസ്തീനിലുള്ളവർ. ഫെലിസ്തീർ അവർ പുറജാതികളായിരുന്നു. അവരെന്നും ഇസ്രായേൽക്കാരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. അവർ കൂടെ വന്ന് ആക്രമിക്കും, ഇസ്രായേൽക്കാരെ ആക്രമിക്കും. ഇസ്രായേൽക്കാരെ അവരെ ആക്രമിക്കുമ്പോൾ ഇസ്രായേൽക്കാർ തോൽക്കുകയും അവർ നശിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയായിരുന്നു കുറേ കാലം. ഒരു സമയത്ത് മിദ്യാന്യരാണ് ഇസ്രായേൽക്കാരെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്. മിദ്യാന്യർ ഇസ്രായേൽക്കാർ കൃഷി ചെയ്യും, പക്ഷേ അത് വിതച്ചത് കൃഷി വളർന്നു വന്ന് അതിൽ കതിരുണ്ടായി, അത് മെതിച്ച് കറ്റ കൂട്ടി കഴിയുമ്പോൾ കൂട്ടത്തോടെ മിദ്യാന്യർ വന്ന് ഇതെല്ലാം അപഹരിച്ചുകൊണ്ട് പോകും. ഇസ്രായേൽക്കാർ വിഷമിച്ചു. അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് ദൈവം ഗിദെയോൻ എന്ന് പറയുന്ന ഒരു പരാക്രമശാലിയെ ദൈവം തിരഞ്ഞെടുത്തു ഈ മിദ്യാന്യരെ ജയിക്കുന്നതിന് വേണ്ടി. പിന്നെ മുന്നോട്ട് വന്നപ്പോൾ ഫെലിസ്തീനാണ് ഈ അക്രമം ചെയ്തുകൊണ്ടിരുന്നത്. ഇസ്രായേൽക്കാരെ ഞെരിച്ചുകൊണ്ടിരുന്നു, വിഷമിപ്പിച്ചുകൊണ്ടിരുന്നു, വലച്ചുകൊണ്ടിരുന്നു. എന്താണ് ഇതിൻ്റെ എല്ലാം അർത്ഥം? ഫെലിസ്തീനാണെങ്കിലും മിദ്യാന്യരാണെങ്കിലും അമാലേക്യരാണെങ്കിലും അമ്മോന്യരാണെങ്കിലും മോവാബ്യരാണെങ്കിലും പെരിസ്യരാണെങ്കിലും ഹിവ്യരാണെങ്കിലും എബൂസ്യരാണെങ്കിലും ഇവരെല്ലാവരും പൈശാചിക ശക്തിയുടെ പ്രതീകങ്ങളാണ്. എന്നും ദൈവജനത്തിൻ്റെ സത്ത ഊറ്റിക്കുടിക്കുന്ന ദുഷ്ടപിശാചിൻ്റെ പിണിയാളുകൾ. എന്നും അക്കാലത്ത് പോലെ ഇന്നുമുണ്ട്. ദുഷ്ടനായ പിശാച് നമ്മെ വലച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിഭവങ്ങൾ അവൻ അപഹരിച്ചുകൊണ്ട് പോവുകയാണ്. നമ്മുടെ ശക്തിയും നമ്മുടെ കഴിവുകളെല്ലാം പിശാചിന് അതിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേക കുടുംബങ്ങൾ തകരുന്നത് കണ്ടിട്ടില്ലേ? എന്താണ് കാരണം? കലഹിച്ച് വഴക്കടിക്കുന്ന കുടുംബങ്ങൾ. ഒരു വീട്ടിൽ കാരണവന്മാരുടെ കാലത്ത്, ഒരു പക്ഷേ ഗ്രാൻഡ് ഫാദറിൻ്റെ കാലത്ത് ഒരു കുടുംബത്തിൽ ആ മക്കൾ വളർന്നു വന്നു, അവർ പല കുടുംബങ്ങളായി. ആ മക്കളുടെ മക്കൾ വളർന്നു വന്നു, അവരും കുടുംബങ്ങളായി. ഇപ്പോൾ അവർ പരസ്പരം എന്നും പോരും, ഇഷ്ടക്കുറവും മുഷിച്ചിലും അസൂയയും തന്നെ കൂടും. വിവാഹ ആവശ്യത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും മാമോദിസ ആവശ്യത്തിനോ അങ്ങനെയുള്ള ഏതെങ്കിലും വിശേഷാവസരങ്ങളിലൊക്കെ ഒരുമിച്ച് കൂടും, ചിരിക്കും, വർത്തമാനം പറയും, ശരിയാ, ഒക്കെ ഉണ്ട്. പക്ഷേ അകത്ത് നല്ല നീരസം, അകത്ത് നല്ല മുഷിച്ചിൽ, അകത്ത് ഉൾത്തിക്കൽ
പല കുടുംബങ്ങളും എങ്ങനെയാണ്. എന്താണ് കാരണം? അതിന് പിന്നിൽ ഈ വഴക്കുണ്ടാക്കുന്ന ഒരു ഭീകരനുണ്ട്. അത് പിശാചാണ്, സാത്താനാണ്. നമ്മളറിയുന്നില്ല, നമ്മൾ കാണുന്നില്ല. ആത്മക്കണ്ണം തുറന്നിരുന്നെങ്കിൽ കാണാമായിരുന്നു ഈ ഭീകരന്മാർ വന്ന് നമ്മെ വലിച്ചുകൊണ്ട് പോകുന്നത്, ദുഷ്ടശക്തി വന്ന് നമ്മളെ വലിച്ചഴച്ചുകൊണ്ട് പോകുന്നത്. എന്തുകൊണ്ടാണ് പല കുടുംബങ്ങളിലും കലഹം ഉണ്ടാകുന്നത്? ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങിയിരിക്കുന്നത് കൊണ്ടാണ്. അതിൻ്റെ പിന്നിൽ പിശാചാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങുന്നു, ചെറിയ കാര്യത്തിന് വേണ്ടി, വളരെ നിസ്സാര കാര്യത്തിന് വേണ്ടി വഴക്കടിക്കുന്നു. അത് കൂടിക്കൂടി വന്ന് പിന്നീട് വലിയ വഴക്കായി, വലിയ വൈരാഗ്യമായി മാറുന്നു. ഭാര്യ ഭർത്താവിന് പിരിഞ്ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നു. അവളുടെ ആളുകൾ വന്ന് ഇവിടെ വഴക്ക് കൂടുന്നു. ഇവിടെ ഈ ഭർത്താവിൻ്റെ ആളുകൾ നല്ല വാശിയോടെ നിൽക്കുന്നു. ഒരുമിച്ച് ഏകയോഗക്ഷേമമായി കഴിയേണ്ട കുടുംബങ്ങൾ ഭിന്നിച്ച് കഴിയുന്നു. സന്തോഷമില്ല, പോയി, എല്ലാം പോയി. സന്തോഷമില്ല, പ്രസരിപ്പ് പോയി, സമാധാനം പോയി. ആരാണ് ഇതിൻ്റെ പിന്നിൽ? ഇതിൻ്റെ പിന്നിൽ ദുഷ്ടപിശാചുണ്ട്, ഭീകരനായ ഒരു ശക്തിയുണ്ട്. അതാണ് സാത്താൻ. ഏദൻ തോട്ടത്തിൽ തുടങ്ങിയ ശത്രുത്വം ഇങ്ങ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആദ്യ മനുഷ്യനെ നശിപ്പിച്ച ആ പൈശാചികൻ, ആദാമിനെ തെറ്റിലേക്ക് നയിച്ച ആ ദുഷ്ടപിശാച്, അവനിന്നും ദൈവത്തിൻ്റെ ശത്രുവായി ഇന്ന് പ്രവർത്തിക്കുകയാണ്. ദൈവത്തോട് വൈരാഗ്യം തീർക്കുവാൻ, ദൈവത്തോടുള്ളതായ വൈരാഗ്യം തീർക്കുവാൻ പിശാച് കണ്ടിരിക്കുന്ന മാർഗം ദൈവത്തിൻ്റെ മക്കളെ ഉപദ്രവിക്കുകയാണ്. ദൈവത്തിൻ്റെ മക്കളെ ഉപദ്രവിക്കുന്നു. ഞാൻ ഒരവസരത്തിൽ പത്രത്തിൽ കണ്ടു, പത്രത്തിൽ വായിച്ചതാണ്, നടന്ന സംഭവമാണ്. നല്ല ധനാഢ്യനായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് ഒരു മോനേ ഉള്ളൂ. നല്ല സമർത്ഥനായ യുവാവ്, നല്ല ആരോഗ്യ ദൃഢഗാത്രനായ യുവാവ്, നല്ല വിദ്യാഭ്യാസമുള്ള യുവാവ്. അപ്പൻ്റെ ബിസിനസ്സിൽ അപ്പനെ സഹായിക്കുന്ന ഈ ചെറുപ്പക്കാരൻ. അപ്പൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാറ് ഒന്ന് വിൽക്കണമെന്ന് തോന്നി. കാറ് വിൽക്കുന്നതിനെ പരസ്യപ്പെടുത്തി. ഇന്ന കാറ് ഇന്ന ആണ്ടിൽ വാങ്ങിയതാണ്, അത് വിൽക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് പരസ്യപ്പെടുത്തി. അപ്പോൾ ഈ അപ്പൻ്റെ ബിസിനസ്സിൽ അപ്പനോട് കൊടിയ ശത്രുത്വമുള്ള ഒരാളുണ്ടായിരുന്നു. ഏതായാലും ഈ പത്രത്തിൽ പരസ്യം കണ്ടപ്പോൾ ഒരാൾ വിളിച്ചു, കാറ് കാണാൻ അവിടം വരെ വരാൻ സൗകര്യമല്ല, ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാമോ, തൃശ്ശൂരടുത്ത് കൊടകര വരെ കൊണ്ടുവരാമോ? അത് അപ്പം പറഞ്ഞു, കൊണ്ടുവരാമല്ലോ. കെണിയാണെന്ന് അറിഞ്ഞില്ല, ഭയങ്കര കെണിയാണെന്ന് അറിഞ്ഞില്ല. അപ്പൻ പറഞ്ഞു, മോനെ നീ കാർ കൊണ്ട് പോയിക്കോ, ഒന്ന് പോയി അവരെ കാണിച്ച് കൊടുത്തിട്ട് പോരെ. മോൻ ആ കാർ ഓടിച്ച് അവൻ തൃശ്ശൂർ ചാലക്കുടി കഴിഞ്ഞ് കൊടകര എത്തി. അവരവിടെ ആൾ നിൽപ്പുണ്ട്. അവർ കാറിൽ കയറി അവർ തന്നെ കാർ ഓടിച്ചു. അവനടുക്കിയിരുന്നു. കുറേ ഓടിച്ചു. തൃശ്ശൂർ കഴിഞ്ഞു, പിന്നെ വീണ്ടും വടക്കോട്ട് ഓടിച്ചു. ഏതാണ്ട് കഞ്ചിക്കോട് ഭാഗത്ത് എത്തി. നടന്ന സംഭവമാണ്. അവിടെ എത്തി ആ ചെറുപ്പക്കാരനെ അവർ കൊന്നത് അപ്പനോട് വൈരാഗ്യം തീർക്കാനാണ്. അപ്പനോട് കലശലായി വൈരാഗ്യം ഉണ്ടായിരുന്ന ആൾ അപ്പനെ കൊല്ലാൻ കിട്ടാത്തതുകൊണ്ട്, അപ്പൻ വന്നാൽ അപ്പനെ കൊല്ലാനാണ് ഇരുന്നത്, മോനെ കൊന്നു. പ്രിയപ്പെട്ടവരെ, അതാണ് ഈ ലോകം. ഇതും പിശാചിന് കണിയാണ്. പിശാച് ദൈവത്തുള്ള വൈരാഗ്യം തീർക്കാൻ ദൈവത്തിൻ്റെ മക്കളെ ഉപദ്രവിക്കുന്നു. ദൈവത്തിൻ്റെ മക്കളെ, ദൈവത്തിനായി ജീവിതം സമർപ്പിച്ച ദൈവമക്കളെ ഉപദ്രവിക്കുന്നു. അവരുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ആപത്തുകളും കേടുകളും കെടുതികളും ദുരിതങ്ങൾ തീരാ ദുരിതങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം പിശാചിൻ്റെ വൈരാഗ്യമാണ്, സാത്താൻ്റെ വൈരാഗ്യമാണ്. ഇത് തിരിച്ചറിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാം. പക്ഷേ പലപ്പോഴും തിരിച്ചറിയാറില്ല. നമുക്ക് നിസ്സാര കാര്യത്തിന് വാശി തോന്നും, നിസ്സാര കാര്യത്തിന് ശുണ്ഠി തോന്നും, പെട്ടെന്ന് നമുക്ക് ശാഠ്യം തോന്നും, പെട്ടെന്ന് ഇഷ്ടക്കുറവ് തോന്നും, മുഷിച്ചിൽ വരും. അങ്ങനെ നമ്മുടെ കുടുംബം കലങ്ങുന്നു. ദുഷ്ടനായ പൈശാചികൻ ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്നു. അമാലേക്യരും അമ്മോന്യരും മോവാബ്യരും മിദ്യാന്യരും ഫെലിസ്തീനും എല്ലാം പിശാചിൻ്റെ പ്രതീകങ്ങളാണ്, സിംബൽസാണ് വേദപുസ്തകത്തിൽ. ഇവരോടുള്ള യുദ്ധം ചെയ്തു എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ചരിത്രത്തിൽ യുദ്ധം നടന്നു, ശരി, പക്ഷേ അതിൻ്റെ അർത്ഥം എന്താണ്? എന്നും യുദ്ധമുണ്ട്. ദൈവമക്കൾക്ക് തലമുറയായി അമാലേക്യരോട് യുദ്ധമുണ്ടെന്നാണ് വേദപുസ്തകം പറയുന്നത്. പുറപ്പെടുന്ന പുസ്തകം വായിക്കുമ്പോൾ കാണാം, എന്നും ദൈവമക്കൾക്ക് തലമുറയായി അമാലേക്യരോട് യുദ്ധമുണ്ട്. ഒരു ഭീകരനായ ശത്രുവിനോടുള്ള യുദ്ധത്തിലാണ് നാം ഓരോരുത്തരും. നമുക്ക് എന്തുകൊണ്ടാണ് രോഗം വരുന്നത്? എന്തുകൊണ്ടാണ് കഷ്ടനഷ്ടങ്ങൾ വരുന്നത്? എന്തുകൊണ്ടാണ് ബിസിനസ് തകരുന്നത്? എന്തുകൊണ്ടാണ് നനച്ചിരിയാത്ത ആപത്തുകൾ വരുന്നത്? എന്തുകൊണ്ടാണ് നനച്ചിരിയാത്ത അത്യാഹിതങ്ങൾ സംഭവിക്കുന്നത്?
വലിയ വലിയ ദുരിതങ്ങൾ സംഭവിക്കുന്നത് കൊണ്ടാണ്. എല്ലാറ്റിൻ്റെ പിന്നിൽ ഒരു ദുഷ്ടശക്തിയുണ്ട്, പൈശാചിക സേനയുണ്ട്, ഒരു വലിയ സൈന്യമുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അങ്ങനെ യുദ്ധമുള്ള പൈശാചിനോട് യുദ്ധമുള്ള നാം ഓരോരുത്തരും ജയിച്ച് നിൽക്കണമെങ്കിൽ നാം ക്രിസ്തുവിൻ്റെ പക്ഷത്ത് നിൽക്കണം, ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കണം. പിശാചിന് ഇടം കിട്ടുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ വന്നു പോകരുത്. നമ്മുടെ ജീവിതത്തിൽ പാവം വന്നാൽ പിശാചിന് ഇടം കിട്ടും. പാവം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, ഏതെങ്കിലും പാവം, നീരസമോ കയ്പോ മുഷിച്ചിലോ വൈരാഗ്യമോ പകയോ വിദ്വേഷമോ പിണക്കമോ അല്ലെങ്കിൽ പ്രതികാരചിന്തയോ എന്ത് വന്നാലും, ഏതെങ്കിലും പാവം വന്നാൽ, അല്ലെങ്കിൽ അശുദ്ധ വികാരങ്ങളോ മലിനമോഹങ്ങളോ അഴുക്കായ ബന്ധങ്ങളോ അശുദ്ധമായ പ്രേമപ്രകടനങ്ങളോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിശാച് അവകാശം പറയും, നാം ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നതിന് പകരം നാം പിശാചിൻ്റെ പക്ഷത്തായി പോകും, പിശാച് നമ്മെ നശിപ്പിക്കും. അതുകൊണ്ടല്ലേ പല കുടുംബങ്ങളും മുടിയുന്നത്, പല കുടുംബങ്ങളും മുടിയുന്നു, നല്ല നല്ല തറവാടുകൾ മുടിയുന്നു. ഒരു കാലത്ത് വളർന്ന് നല്ല പുഷ്കലമായി പ്രശോഭിച്ചിരുന്ന തറവാടുകൾ ഇന്ന് മുടിഞ്ഞു പോകുന്നു. കാരണം നാം നമ്മുടെ കൺമുമ്പിൽ കാണുന്നു. കാരണം പിശാച് കുടുംബങ്ങളെ മുടിക്കുകയാണ്, ചിലരെ നശിപ്പിക്കുകയാണ്. നാം മനുഷ്യരെ കാണുന്നുള്ളൂ, മനുഷ്യരെ കാണുന്നു. ഏതാനും കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക്, അന്നൊക്കെ നടന്നു പോകുന്ന കാലമാണ്, നടന്നു പോകുന്നു, 3-4 കുട്ടികളുണ്ട്. അപ്പോൾ ഒരു പട്ടി ആ റോഡിൽ കൂടെ പോകുന്നു കണ്ടു. ഒരു കുട്ടി ഒരു കല്ലെടുത്തെറിഞ്ഞു പട്ടിയുടെ മേൽ കൊണ്ടു. പട്ടി ഒന്ന് മുങ്ങിക്കൊണ്ട് ആ കല്ല് പോയ ആ പുറകെ പോയി കല്ലിനെ കയറി കടിച്ചു. കല്ലിനെ കടിച്ചിട്ട് എന്താ പ്രയോജനം? ആ കല്ലെന്ത് ചെയ്തു? കല്ല് ആ പട്ടിയുടെ മേൽ കൊണ്ടുവന്ന് വേദനിച്ചു. പക്ഷേ പട്ടി ആ കല്ലിനെയാണ് കയറി കടിക്കുന്നത്. നാം ഓർക്കണം, കല്ലിനെ കടിക്കുന്നതിന് കാരണം ആ കല്ല് എൻ്റെ മേൽ കൊണ്ടുവന്നുള്ളതാണ് പട്ടിക്ക് തോന്നിയത്. അതിൻ്റെ പിന്നിൽ എറിഞ്ഞ കുട്ടിയുണ്ട്, അത് കാണുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മെ എറിഞ്ഞു വീഴ്ത്തുന്ന ഒരു പൈശാചികനുണ്ട്, അവൻ്റെ കല്ലാണ് വന്ന് കൊള്ളുന്നത്. അതുകൊണ്ട് ഈ മനുഷ്യരാരെങ്കിലും നമ്മെ ഉപദ്രവിക്കുമ്പോൾ അവരോട് ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല. മനുഷ്യരാരെങ്കിലും നമ്മോട് വഴക്കടിക്കുമ്പോൾ അവരോട് വിരോധം തോന്നിയിട്ട് കാര്യമില്ല. ഭർത്താവ് പകയോടെയോ വിദ്വേഷത്തോടെയോ അല്ലെങ്കിൽ സംശയവിചാരത്തോടെയോ നിങ്ങളോട് പെരുമാറുമ്പോൾ പാവം ആ സാധു മനുഷ്യനെ നിങ്ങൾ വിഷമിപ്പിച്ചിട്ട് കാര്യമില്ല. പക്ഷേ പകരം ആ മനുഷ്യൻ്റെ പിന്നിൽ നിൽക്കുന്നൊരു ദുരാത്മാവുണ്ട്, സംശയരോഗം. ഭാര്യയെക്കുറിച്ച് ഇല്ലാത്ത സംശയം ഭർത്താവിന് തോന്നുന്നു. അതൊരു മനോരോഗമാണ്, മെൻ്റൽ ഡിസീസാണ്, അതൊരു ഭൂതബാധയാണ്, വളരെ വേഗം ചികിത്സിക്കേണ്ട ഒരു അസുഖമാണ്. പക്ഷേ ആ പാവം പെൺകുട്ടി ഒന്നും അറിഞ്ഞവളല്ല, നിരപരാധി, നിഷ്കളങ്ക. പക്ഷേ ഭർത്താവിന് എപ്പോഴും അവളെ സംശയം. വേറെ ഒരു കുഴപ്പമില്ല, ജോലി ചെയ്യുന്നതിന് കുഴപ്പമില്ല, ഭക്ഷണം കഴിക്കുന്നതിന് കുഴപ്പമില്ല, സ്കൂളിലോ കോളേജിലോ ജോലി ചെയ്യണമെങ്കിൽ അതിനും കുഴപ്പമില്ല, അതൊക്കെ നടന്നുകൊണ്ടിരിക്കും. പക്ഷേ ഭാര്യ എപ്പോഴും സംശയം, അല്ലെങ്കിൽ ഭർത്താവിന് എപ്പോഴും സംശയം. അതൊരു മഹാവ്യാധിയാണത്, മനോരോഗമാണ്. മാനസിക രോഗം ചികിത്സിക്കുന്നതിന് ഡോക്ടറെ കാണിക്കേണ്ടതാണ്, എത്രയും വേഗം കാണിക്കേണ്ടതാണ്. പക്ഷേ ഒരു കുഴപ്പം, ഈ രോഗത്തിൻ്റെ ലക്ഷണം എനിക്ക് രോഗമില്ല എന്നുള്ള ചിന്തയാണ്. എനിക്ക് രോഗമില്ല എന്നുള്ള ചിന്തയാണ്, അത് ആ രോഗത്തിൻ്റെ ലക്ഷണം തന്നെയാണ്. ഇതിലെല്ലാം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെല്ലാം പിശാചാണ് പ്രവർത്തിക്കുന്നത്. ചൈതന്യം കെട്ടുപോകുന്നു, ചൈതന്യം നശിച്ചു പോകുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചൈതന്യം നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ട് ചിന്തിക്കൂ. എന്നാൽ ഇന്ന് നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഗോകുൽത്തായിലെ കുരിശിൽ ശരീരത്തിൻ്റെ ചൈതന്യം മുഴുവൻ നഷ്ടപ്പെട്ടെങ്കിലും പിതാവേ എൻ്റെ ആത്മാവിനെ നിങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു പറഞ്ഞ് തലചായ്ച്ച് പ്രാണനെ വിട്ട കർത്താവായ യേശുവിലേക്ക് നിങ്ങൾ നോക്കിയാൽ സ്നേഹിതരെ, നിങ്ങൾക്ക് ചൈതന്യം കിട്ടും. കാരണം തിരുവചനം പറയുന്നു, അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചൈതന്യം കെട്ടൊരു മനുഷ്യനായിരുന്നു, അത് നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഒരു വയസ്സിൽ എൻ്റെ അപ്പൻ മരിച്ചതുകൊണ്ട് അന്നേ ചൈതന്യം പോയി. എൻ്റെ അമ്മ 30-ാമത്തെ വയസ്സിൽ വിധവയായതുകൊണ്ട് അന്നേ എൻ്റെ ചൈതന്യം പോയി, അമ്മയുടെ ചൈതന്യം പോയി, എൻ്റെ പെങ്ങളുടെ ചൈതന്യം പോയി. ഞങ്ങൾ 3 പേരെ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ചൈതന്യം നഷ്ടപ്പെട്ടൊരു മനുഷ്യനായിരുന്നു ഞാൻ, നിരാശയിലാണ്ടുപോയ മനുഷ്യനായിരുന്നു ഞാൻ പലപ്പോഴും തനിയിരുന്ന് ഏങ്ങലടിച്ച് കരഞ്ഞിട്ടുണ്ട്. എനിക്ക് ആരുമില്ലല്ലോ എന്നോർത്ത് ഞാൻ കരഞ്ഞിട്ടുണ്ട്. എൻ്റെ അമ്മ നെഞ്ചത്തിലടിച്ച് കരയുന്നത് കൊണ്ട് ഞാനും ഒപ്പം കരഞ്ഞിട്ടുണ്ട്. ദേവാലയത്തിൽ ഞങ്ങളുടെ പള്ളിയിൽ പോയിട്ട് ക്രിസ്തു കുർബാന കഴിഞ്ഞ് സെമിത്തേരിയിൽ പോയി അമ്മ അപ്പനെ സംസ്കരിച്ചിരിക്കുന്നിടത്ത് ചെന്ന് അമ്മ അവിടെ നിന്ന് കുറച്ച് നേരം കരഞ്ഞിട്ട് അമ്മ എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് തിരിച്ചു പോരുന്നതിൽ എനിക്ക് ഓർമ്മയുണ്ട്. പ്രിയപ്പെട്ടവരെ, ചൈതന്യം നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ എൻ്റെ 17-ാമത്തെ വയസ്സിൽ കർത്താവ് എനിക്ക് ചൈതന്യം തന്നു. യേശു ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്നു, ക്രിസ്തുവിൻ്റെ ഹൃദയത്തിന് നാഥനായി വന്നു.
ചൈതന്യം നഷ്ടപ്പെട്ട ഈ സാധു മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് കർത്താവായ യേശു ക്രിസ്തു എഴുന്നള്ളി വന്നു. യേശു എനിക്ക് സമാധാനം തന്നു. യേശു എൻ്റെ നാഥനായി വന്നു. യേശു എൻ്റെ അപ്പനായി തീർന്നു. നിത്യനായ സ്വർഗീയ പിതാവ് എൻ്റെ അപ്പനായി തീർന്നു. ഞാൻ അപ്പനുള്ള മോനായി തീർന്നു. എനിക്ക് അനേക സഹോദരന്മാരുണ്ടായി, അനേകം സഹോദരിമാരുണ്ടായി. നാനാദേശങ്ങളിലായി എത്രയോ പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എന്നെ പല വിധത്തിൽ സഹായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അനേകം പേര്. ഞാനിന്ന് അനാഥനല്ല, ഞാനിന്ന് അഗതിയല്ല, ഞാനിന്ന് അശരണനല്ല. എനിക്കൊരു നാഥനുണ്ട്, എനിക്കൊരു ഉടമസ്ഥനുണ്ട്, എനിക്കൊരു കർത്താവുണ്ട്, എനിക്ക് രക്ഷകർത്താവുണ്ട്, എനിക്കൊരു നാഥനുണ്ട്, എനിക്കൊരു ഉടയവനുണ്ട്. എൻ്റെ കർത്താവ് ജീവിക്കുന്നു. സ്നേഹിതരെ, ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇരിക്കുന്ന ഇരിപ്പിൽ ദൈവത്തോട് പറയാൻ പറ്റുമോ? കർത്താവേ, എന്നെ നീ അനാഥനായി വിടല്ലേ. യേശുവേ, എന്നെ നീ അഗതിയായി വിടല്ലേ. എൻ്റെ ജീവിതത്തിൻ്റെ കുരുക്കൾ കഴിപ്പാൻ നീ ഓടി വരണമേ. എൻ്റെ ജീവിതത്തിൻ്റെ യാതനകൾ മാറ്റാൻ നീ ഓടി ഇറങ്ങി വരണമേ. എൻ്റെ യാതനകളും വേദനകളും മാറ്റി, എൻ്റെ രോഗം മാറ്റി, എൻ്റെ ഹൃദയത്തിന് ആശ്വാസം തരാൻ ഓടി ഇറങ്ങി വരണമേ. ഞാൻ അനുഭവിക്കുന്ന തീവ്രമായ വേദനകൾ നീ അറിയുന്നുണ്ടല്ലോ കർത്താവേ. എൻ്റെ ഹൃദയം ഞരങ്ങുന്നതും വേദനിക്കുന്നതും പൊളയുന്നതും നീ അറിയുന്നുണ്ടല്ലോ കർത്താവേ. ഇപ്പോൾ നീ കടന്നു വന്ന് എന്നെ ഒന്ന് തൊടണമേ, എന്നെ തലോടണമേ, എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ ആശ്വസിപ്പിക്കണമേ, എനിക്ക് ധൈര്യം പകരണമേ. എൻ്റെ നാഥനായ എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന് എൻ്റെ കർത്താവ് രക്ഷിതാവുമായ എൻ്റെ ഹൃദയത്തിൽ വാഴണമേ. എൻ്റെ ഉടയവനായി എന്നെ നീ ഭരിക്കണമേ. ഞാനിതാ എന്നെ തന്നെ നിനക്ക് ഞാൻ വിട്ടുതരുന്നു നാഥ. ഇപ്പോൾ തന്നെ എൻ്റെ ദേഹവും ദേഹിയും ആത്മാവും നിനക്ക് ഞാൻ തരുന്നു. ദൈവത്തോട് നിങ്ങൾ പറയുകയും നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കാരുണ്യവാനേ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മനോഹരമായൊരു സമയം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. അടുത്ത കൃപയുടെ വചനങ്ങൾക്കായി സ്തോത്രം. ഈ ജനത്തെയോട് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ആവശ്യക്കാരിയോട് തഴിയതിനായി സ്തോത്രം. എല്ലാവരെയും തലോടിയതിനായി സ്തോത്രം. കണ്ണുനീര് തുടച്ചതിനായി സ്തോത്രം. ബാധകൾ മാറ്റിയതിനായി സ്തോത്രം. രോഗങ്ങൾ സൗഖ്യമാക്കിയതിനായി സ്തോത്രം. എല്ലാ നന്മകളാൽ നിങ്ങൾ അലങ്കരിക്കുന്നിടത്ത് രണ്ടാമത്തെ ഞങ്ങൾ ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. സ്തോത്രം. അമൃതധാര എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 മുതൽ 7 മണി വരെ നിങ്ങളുടെ സൂര്യ TV-യിൽ.